Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻകാപ്സുലേഷൻ എന്താണെന്നാണ്. നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൻകാപ്സുലേഷൻ. അതെന്താണെന്ന് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതിനുവേണ്ടി ഞാനൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എൻകാപ്സ്യൂൾ എക്സാമ്പിൾ ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ അതായത് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ക്ലാസ്. ഓക്കെ, അപ്പം ഞാനൊരു സ്റ്റുഡൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് മെയിൻ മെത്തേഡൊന്നുമില്ല. ഫിനിഷ് കൊടുത്തു. അപ്പോൾ അത് ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഞാൻ 2 പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രിങ് നെയിം. ഓക്കെ, നെയിമും ഏജും, സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ഏജും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ വേറെ ഒരു ക്ലാസ് കൂടെ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ്. മെയിൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ അവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ മെയിൻ വന്നത്. ഇപ്പോൾ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ മെയിൻ എഴുതണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൻ എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി. കണ്ടോ, അപ്പം ഇങ്ങനെ വന്നത് കണ്ടോ. അപ്പം ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഈ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ പാരാമീറ്റേഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ന്യൂ സ്റ്റുഡൻറ്റ്. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ ഒബ്ജക്റ്റ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം നമുക്ക് എസ് ഡോട്ട് നെയിം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം. ബേബി ഒരു നെയിം കൊടുക്കാം. ഇനി ഏജ് കൊടുക്കാം. എസ് ഡോട്ട് ഏജ്, സോറി എ അല്ല, എസ് ഡോട്ട് ഏജ് എന്നുള്ളത് 23 കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇവിടെ പ്രിൻ്റ് ചെയ്യിച്ചാൽ സിസ് ഔട്ട് എസ് ഡോട്ട് നെയിം സിസ് ഔട്ട് എസ് ഡോട്ട് ഏജ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ ഇത് ഔട്ട്പുട്ട് വന്നു. AB 23, നെയിം AB, ഏജ് 23 അല്ലേ. അപ്പോൾ ഇത് ഓരോ വട്ടം ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റ് എഴുതുന്നതിൻ്റെ താഴെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാതെ, ഇതിപ്പോൾ ഒരു നല്ല രീതിയല്ല നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ഇങ്ങനെ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ നെയിമും ഏജും സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതല്ലേ ഒന്നുകൂടെ നല്ലത്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇത് നല്ലൊരു ഇതല്ല. ഓരോ തവണ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 50 പേരുണ്ട്, 50 പേരുടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിൽ വന്നു. ഇപ്പോൾ ഇതിനെ ഞാനിപ്പോൾ പ്രൈവറ്റ് ആക്കി കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഈ 2 വേരിയബിൾസിന് പ്രൈവറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. ഇപ്പോൾ ഈ മെയിനിൽ വന്നിട്ട് ഞാൻ സിസ് ഔട്ട് ചെയ്യാണ്. എസ് ഡോട്ട് നെയിം എന്ന് കൊടുത്താൽ വരില്ല. കണ്ടോ, നെയിം ഏജും ഒന്നും വരില്ല. കാരണം എന്താണ്? വേരിയബിൾസ് പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയാണ് നമ്മുടെ എൻകാപ്സുലേഷൻ എന്താണെന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ക്യാപ്സ്യൂൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ക്യാപ്സ്യൂളല്ലേ, അതിനകത്ത് മെഡിസിൻ ഉണ്ട്. അതിൻ്റെ പുറത്തെ കവർ എന്ന് പറയുന്നത് അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യുകയാണ് അല്ലേ. അതുപോലെ തന്നെ എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അത് ഒരു കവറായിട്ട് ആക്ട് ചെയ്യുകയാണ്, നമ്മുടെ ഈ പുറത്തു നിന്നുള്ള ആക്സസ് തടയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ നെയിം ഏജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഫംഗ്ഷൻ എഴുതുകയാണ്. ഇപ്പോൾ പബ്ലിക് വോയിഡ് സെറ്റ് നെയിം. ഓക്കെ, കൊടുക്കുകയാണ് സ്ട്രിങ് ന്യൂ നെയിം കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലോബൽ വേരിയബിൾ നെയിമിന് ഈ ന്യൂ നെയിം കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെറ്റ് ചെയ്തു. ഇനി ഇതിനെ ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഫംഗ്ഷൻ കൂടെ എഴുതുകയാണ്. പബ്ലിക് വോയിഡ് ഗെറ്റ് നെയിം. ഓക്കെ, വേറൊരു ഫംഗ്ഷൻ കൂടെ എഴുതുകയാണ് ഈ നെയിമിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ നെയിം റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ വോയിഡ് കൊടുത്താൽ പറ്റില്ല. വോയിഡ് റിട്ടേൺ ടൈപ്പാണെങ്കിൽ നമുക്കൊന്നും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് അല്ലേ, അപ്പോൾ എനിക്ക് സ്ട്രിങ് തന്നെ കൊടുക്കാം നെയിം റിട്ടേൺ ചെയ്യേണ്ടതുകൊണ്ട്. എന്നിട്ട് ഇവിടെ
റിട്ടേൺ കൊടുക്കാം, റിട്ടേൺ നെയിം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇനി ഞാനിവിടെ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് വിളിക്കുകയാണ് എസ് ഡോട്ട് സെറ്റ് നെയിം. എന്നിട്ട് ആ ഫംഗ്ഷനകത്തോട്ട് ഞാനൊരു പേര് പാസ് ചെയ്ത് കൊടുക്കുകയാണ് AB. ഓക്കെ, എന്നിട്ട് അതിനെ ഗെറ്റ് വിളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗെറ്റ് നെയിം ഫംഗ്ഷൻ വിളിക്കാം, ഗെറ്റ് നെയിം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്തപ്പോൾ കണ്ടോ AB എന്നുള്ള ഔട്ട്പുട്ട് വന്നുണ്ടോ. അപ്പോൾ ഇതെന്താണ്, ഈ സെറ്റ് നെയിം ഫംഗ്ഷനകത്തോട്ട് ഞാൻ ഈ പാരാമീറ്റർ AB എന്നുള്ളത് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഈ സെറ്റ് നെയിം ഫംഗ്ഷനിൽ നോക്കും. എന്നിട്ട് അവിടുത്തെ ഈ നെയിം എന്ന് പറഞ്ഞ പ്രൈവറ്റ് വേരിയബിളിന് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ നെയിം റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ഇത് പ്രൈവറ്റ് വേരിയബിളിലായാൽ കൂടെ നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഒരു പബ്ലിക് മെത്തേഡ് വെച്ചിട്ട് നമ്മളിത് ആക്സസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ വേരിയബിൾസിനെ പ്രൈവറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്കൊരു പുറമേയുള്ള ക്ലാസ്സിന് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പബ്ലിക് മെത്തേഡ് വെച്ചിട്ടേ പറ്റത്തുള്ളൂ. ഗെറ്റർ സെറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വാല്യൂ ഗെറ്റ് ചെയ്യുകയോ സെറ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻകാപ്സുലേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ വേരിയബിൾസോ ഡേറ്റയോ മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് ഹിഡൻ ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻകാപ്സുലേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേരിയബിളിനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതിനെ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പബ്ലിക് മെത്തേഡ്സ്, പബ്ലിക് ആയിട്ടുള്ള ഗെറ്റ് സെറ്റ് മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ വാല്യൂസിനെ ഗെറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെറ്റർ ഗെറ്റർ മെത്തേഡ് യൂസ് ചെയ്തത്, സെറ്റ് നെയിം ഗെറ്റ് നെയിം. ഓക്കെ, അപ്പോൾ ഇതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഡേറ്റയും നമ്മുടെ മെത്തേഡ്സിനെയൊക്കെ അതൊരു ക്യാപ്സ്യൂളാക്കി വെച്ചിരിക്കുകയാണ്. എൻകാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ക്യാപ്സ്യൂൾ പോലെ, നമ്മുടെ ക്യാപ്സ്യൂൾ ഓർത്താൽ മതി, ക്യാപ്സ്യൂൾ പോലെ വെച്ചിരിക്കുകയാണ് പുറമേ നിന്നുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്യാപ്സ്യൂളാക്കി എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഈ ക്ലാസ്സിനകത്താണ്. അതായത് ഈ ക്ലാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് ആലോചിക്കുക. അതിനകത്തുള്ള മെഡിസിനാണ് ഇത്. നമ്മുടെ കഴിക്കുന്ന ക്യാപ്സ്യൂളില്ലേ, അതാണ് ഇത്, ഈ ക്ലാസ്. അതിനകത്തുള്ള മെഡിസിൻ, ആ മരുന്നാണ് ഇത്. അപ്പോൾ ഇതിനെ പുറമേ നിന്ന് ആക്സസ് തടയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ക്യാപ്സ്യൂളാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എൻകാപ്സുലേഷൻ. അപ്പം നമുക്ക് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും. അവർക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാല്യൂസിനെ പുറമേ നിന്നുള്ള, ഇപ്പോൾ പുറമേ നിന്നുള്ള ക്ലാസ് ഏതാണ്, ഈ മെയിൻ ക്ലാസ്. ഇതിനിപ്പോൾ എസ് ഡോട്ട് നെയിം എന്നോ എസ് ഡോട്ട് ഏജ് എന്നോ വിളിച്ചാൽ ഇവിടെ കിട്ടത്തില്ല അല്ലേ. പകരം ഇതിനകത്തെ ഫംഗ്ഷനകത്തോട്ട്, അതായത് ഈ പബ്ലിക് ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്തിട്ട് ആ വേരിയബിൾ വെച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ഒരു വേരിയബിൾ ഉണ്ടല്ലോ ഏജ്, അതിന് നമുക്ക് ഇതുപോലെ ഗെറ്റും സെറ്റും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എഴുതാം പബ്ലിക് വോയിഡ് സെറ്റ് ഏജ്. ഓക്കെ, ഗെറ്റ് സെറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇൻറ്റിജർ അല്ലേ, അപ്പോൾ ന്യൂ ഏജ്. എന്നിട്ട് നമ്മുടെ ഏജിനകത്തോട്ട് ഈ ന്യൂ ഏജിനെ മേടിക്കുകയാണ്. ഇനി ഏജിനെ നമ്മൾ ഗെറ്റ് ചെയ്യാണ് പബ്ലിക്. ഇപ്പം നമുക്കിത് റിട്ടേൺ ചെയ്യണമല്ലോ, അതുകൊണ്ട് വോയിഡ് എഴുതണ്ട, ഇൻറ്റ് ഗെറ്റ് ഏജ് കൊടുക്കുകയാണ്. റിട്ടേൺ ഏജ്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ നെയിമിൻ്റെത് ഞാൻ സെറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ എഴുതി, ഗെറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ എഴുതി, ഏജിനും അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഏജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, എസ് ഡോട്ട് സെറ്റ് ഏജ് ഈക്വൽസ് 25. ഓക്കെ, ഇനി ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് ഏജിനെ വിളിക്കണം. സിസ് ഔട്ട് ചെയ്യാണ്, എസ് ഡോട്ട് ഗെറ്റ് ഏജ്. ഓക്കെ, ഇനി നമ്മൾ ഇത് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ ദാ AB 25 എന്ന് വന്നാണ്ടോ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതാകെ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സും ഒരു മെയിൻ ഫംഗ്ഷനേ ഉള്ളൂ, ഇതിനെ എന്തിനാണ് ഇങ്ങനെ പ്രൈവറ്റാക്കി വിളിച്ചിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കിപ്പോൾ ഞാനല്ലേ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ആക്സസ്, ഇപ്പോൾ എനിക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങളൊരിക്കലും നിങ്ങൾ ലാബിലിരുന്നൊരു എക്സാമ്പിൾ ചെയ്യുന്നത് പോലെ വിചാരിക്കരുത്. നിങ്ങളൊരു പുറത്തൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഒരു മൊഡ്യൂളായിരിക്കും ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ ഓൾറെഡി അവർ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആക്സസ് ഉള്ള കുറച്ച് ഭാഗങ്ങൾ കാണും. അപ്പം നിങ്ങളോട് ജസ്റ്റ് പറയത്തേ ഉള്ളൂ, ഇതാ ഈ ഗെറ്റ് നെയിം ഫംഗ്ഷനെ വിളിച്ചാൽ മതി, അതിനകത്തോട്ട് നെയിം പാസ് ചെയ്താൽ മതി. അതിനകത്ത് അവർ വേറെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ആക്സസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വെച്ച് ചിന്തിക്കുക. അല്ലാതെ നമ്മളൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ 2 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്സസ് കൊടുക്കാതിരിക്കുന്ന എന്തിനാ, ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ച് കളയരുത്. നമ്മളിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എല്ലാത്തിനും ആക്സസ് കിട്ടത്തില്ല, അത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൈവറ്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻക്യാപ്സുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല. എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മെത്തേഡ്സിനെയും വേരിയബിൾസിനെയൊക്കെ ഒരു ക്യാപ്സ്യൂളായിട്ട് പുറമേ നിന്നുള്ള ആക്സസ് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ ക്ലാസ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ പോലെ ആക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പുറമേ നിന്നുള്ള ആക്സസ് തടയാൻ വേണ്ടിയിട്ട്. എൻക്യാപ്സുലേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേരിയബിൾസിനെ എല്ലാം പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് പബ്ലിക് മെത്തേഡ്സ് വെച്ചിട്ട് അതിനെ ഗെറ്റ് സെറ്റ് ചെയ്യും, അതിനെ ഗെറ്റ് ചെയ്യോ സെറ്റ് ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത്രയുള്ള എൻക്യാപ്സുലേഷൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.